കോളേജിലെ ഇൻ്റർ ബാച്ച് ഇവൻറ്റ്സ് വരുമ്പോൾ നിങ്ങൾ എന്തിനായിരിക്കും പേര് കൊടുക്കുക? ഏതെങ്കിലും ഒരു ഇവൻറ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ട്, പക്ഷേ ഡാൻസും പാട്ടൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ എന്തിനു പേര് കൊടുക്കും? ആകെ അറിയാവുന്നത് കുറച്ച് പേപ്പർ ക്രാഫ്റ്റാണ്. ആ ബുദ്ധി കൊണ്ട് ഞാൻ ഏറ്റെടുത്തത് ഒരു ഡ്രസ്സ് ഉണ്ടാക്കാനുള്ള ദൗത്യമായിരുന്നു. വേസ്റ്റ് റീസൈക്ലബിൾ മെറ്റീരിയലിൽ നിന്നാണ് ഡ്രസ്സ് ഉണ്ടാക്കിയത്. ഗേൾസ് ഹോസ്റ്റലിലുള്ള എല്ലാവരും ന്യൂസ് പേപ്പർ കൊണ്ടുവന്ന് സഹായിച്ചതോടുകൂടി ഞങ്ങളുടെ പണി സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയപ്പോൾ ആക്സിഡൻ്റലായിട്ട് ഞങ്ങൾക്കൊരു തീമിൽ ചെയ്യാമെന്നുള്ള ഐഡിയ കിട്ടി. ഒരു പഴയ സാരി വെട്ടിത്തച്ച സ്കേർട്ടിൻ്റെ മുകളിൽ പേപ്പർ ഫാൻസ് തുന്നി പിടിപ്പിച്ചാണ് ഞങ്ങൾ ഈ സ്കേർട്ട് കംപ്ലീറ്റ് ചെയ്തത്. ബോയുടെ പാൻറ് ചെയ്യാനായിട്ട് ഒരു ബേസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് കവർ ഫ്രിഞ്ചസ് ആയിട്ട് കട്ട് ചെയ്തതാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഈ ചിറക് കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഞങ്ങളുടെ തീം എന്താണെന്ന്. അങ്ങനെ ഞങ്ങൾ സ്കേർട്ട് ഫിനിഷ് ചെയ്ത് ഫസ്റ്റ് ട്രയൽ ചെയ്തു. അങ്ങനെ കുറച്ചധികം ദിവസത്തെ പ്രയത്നത്തിനൊടുവിൽ ഞങ്ങളുടെ ഡ്രസ്സ് കംപ്ലീറ്റ് ആയി. വി പ്രൗഡ്ലി പ്രസന്റ് ടു യു ദി ഡെവിൾ ആൻഡ് ദി ഏഞ്ചൽ. വേണ്ടാത്ത സാധനങ്ങൾ കൊണ്ട് ഇത്രയും നല്ലൊരു ഡ്രസ്സ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ന്യൂസ് പേപ്പർ, പ്ലാസ്റ്റിക് ബാഗ്, CD, പ്ലാസ്റ്റിക് ബോട്ടിൽ, പിസ്താഷ്യൽ ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഡ്രസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് സ്പൂൺ യൂസ് ചെയ്ത് ക്രൗൺ കൂടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേജിൽ കയറി. ഇൻ്റർ ബാച്ച് ഇവൻറ്റ്സ് ആയതുകൊണ്ട് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് മേടിക്കുക എന്നുള്ളത് ഞങ്ങളുടെ അഭിമാന പ്രശ്നമാണ്. ഒരുപാട് ഡിഫറെൻറ്റ് ഐറ്റംസ് യൂസ് ചെയ്ത് ഡ്രസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളായിരുന്നു. വി ഗോട്ട് ദ സെക്കൻഡ് പ്ലേസ്. ഫസ്റ്റ് ആൻഡ് തേർഡ് പ്ലേസ് ഫോട്ടോ ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യൂ.